പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ കൂടി കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ അടുക്കൽ കടന്നു വരുവാൻ എളിദാസന് ഒരവസരം കൂടി തന്ന കർത്താവിന് ഒത്തിരി നന്ദി പറയുകയാണ്. ഇന്ന് കേൾക്കുന്ന വചനം മുള്ളും പറക്കാരിയും എന്ന ശാപം. മുള്ളും പറക്കാരിയും എന്ന ശാപത്തിൽ നിന്ന് നമ്മളെ വീണ്ടെടുക്കുവാൻ കാൽവരി ക്രൂശിൽ മരിച്ച കർത്താവ് സാത്താൻ്റെ ശക്തിയെ തകർത്ത് ഉയർത്തെഴുന്നേറ്റതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ നന്മ അനുഭവിക്കണമെന്നുള്ളത് ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. അപ്പോസ്തലപ്രവൃത്തികൾ 2-ാം അധ്യായം 35-ാം വാക്യത്തിൽ കർത്താവിനോട് പറഞ്ഞു, ഞാൻ നിൻ്റെ ശത്രുക്കളെ നിൻ്റെ പാദപീഠമാക്കുവോളം നീ എൻ്റെ വലത്തുഭാഗത്തിരിക്കുക. ഈ ദിവസങ്ങളിൽ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയാണ് കർത്താവായ യേശു മരിച്ചത്. ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന മക്കളുടെ ശാപം കർത്താവ് ഏറ്റെടുത്ത് മാറ്റിയതുകൊണ്ട് നന്മ അനുഭവിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. ഈ ദിവസങ്ങളിൽ ശപിക്കപ്പെട്ട അവസ്ഥ പ്രത്യേക സ്നാനപ്പെട്ട് കർത്തൃമേശയിൽ പങ്കുചേരുമ്പോൾ നമ്മുടെ മേൽ വീണ്ടും അധികാരം പറയുന്ന അന്ധകാരത്തിൻ്റെ പൈശാചിക ശക്തി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മളിൽ നിന്നും നമ്മുടെ ഭവനത്തിൽ നിന്നും പരാജയപ്പെടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. ഇന്ന് ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് യേശു കർത്താവ് ഇരിക്കുന്നു. ദൈവമക്കളിലേക്ക് പോരാടുന്ന ദേശാധിപതി ശക്തികളെ, അന്ധകാരത്തിൻ്റെ ശക്തികളെ യേശുവിൻ്റെ നാമത്തിൽ പരിപൂർണമായി പരാജയപ്പെടട്ടെ എന്ന് നമുക്ക് അധികാരത്തോടെ പ്രാർത്ഥിക്കാം. നമ്മൾ അധികാരത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ ദുഷ്ടൻ്റെ പോരാട്ടങ്ങൾ നമ്മുടെ ഭവനങ്ങളിൽ നിന്ന്, നമ്മുടെ മക്കളിൽ നിന്ന് എല്ലാം പരിപൂർണമായി തകർന്നു വീഴുമല്ലോ. ദൈവത്തെ സ്നേഹിക്കുകയും ഭയപ്പെടുകയും ചെയ്യുന്നവർക്ക് ഈ ദിവസങ്ങളിൽ ശാരീരികമായും ആത്മീയമായും അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. ഭൂമിയിൽ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവർക്ക് നിശ്ചയമായിട്ടും ഐശ്വര്യവും സമ്പത്തും ഉണ്ടാകുമല്ലോ. ഇത് പ്രശ്നങ്ങളെ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പല പ്രശ്നങ്ങളും നേരിടാറുണ്ട്. സാമ്പത്തികമായിട്ട് നമ്മളെ ഉയർത്താതെ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പല പോരാട്ടങ്ങൾ കടന്നു വരുമ്പോൾ ഭയപ്പെടാതെ കർത്താവ് നമുക്ക് വേണ്ടി പിതാവിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നുവെന്ന ആ ബോധ്യം നമുക്കുണ്ടാകട്ടെ. കർത്താവ് നമുക്ക് വേണ്ടി മധ്യസ്ഥനായി പിതാവിൻ്റെ വലത്തുഭാഗത്തുണ്ടല്ലോ. അതുകൊണ്ട് ക്രൂശിൽ മരിച്ച കർത്താവ് നമ്മളിലൂടെ, നമ്മളെന്ന വ്യക്തിയിലൂടെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ലോകത്തിൻ്റെ സാത്താൻ്റെ ശക്തികൾ പരിപൂർണമായി പരാജയപ്പെടുകയും അനുഗ്രഹങ്ങൾ നമ്മൾ അനുഭവിക്കുകയും ചെയ്യുമല്ലോ. യെഹെസ്കേൽ 37:26 എഴുതിയിരിക്കുന്നു, സമാധാനത്തിൻ്റെ ഒരു ഉടമ്പടി അവരുമായി ഞാൻ ഉണ്ടാക്കും. അത് നിത്യമായ ഉടമ്പടിയായിരിക്കും. അവരെ ഞാൻ അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും അവരുടെ മധ്യേ എൻ്റെ ആലയം ഞാൻ എന്നേക്ക് സ്ഥാപിക്കുകയും ചെയ്യുമെന്ന് വചനം പറയുമ്പോൾ, ഒരിക്കൽ നമ്മൾ പാപം നിറഞ്ഞ ലോകത്തിലായിരുന്നു. അവിടുന്ന് യേശു കർത്താവ് നമ്മളെ വീണ്ടെടുത്തത് ലോകത്തിന് വെളിച്ചമായി തീരുവാനാണ്. സത്യദൈവത്തെ നമ്മൾ മുഖാന്തരം ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കണം. നമ്മൾ യേശുവിൽ വിശ്വസിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പോരാടുന്ന സകല പൈശാചിക പോരുകളും യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പരാജയപ്പെടുമല്ലോ. ദൈവമാണ് നമ്മളെ തിരഞ്ഞെടുത്തത്. നമുക്കറിയാം, ദൈവം ഇസ്രായേൽ മക്കളെ കർത്താവ് മിസ്രൈമിൽ നിന്ന് വാഗ്ദത്ത നാടായ കനാനിലേക്ക് കൊണ്ടുപോകുന്നത് നമുക്കറിയാമല്ലോ. ഏതാണ്ട് 40 വർഷം മരുഭൂമിയിൽ കൂടി സഞ്ചരിക്കുന്നതിനെക്കുറിച്ചൊക്കെയും പഴയ നിയമത്തിൽ നമ്മൾ വായിച്ചു കേട്ടിട്ടുണ്ട്. എന്നാൽ ഇസ്രായേൽ ജനത്തെക്കുറിച്ച് വചനം പറയുന്നത് അവർ തനിച്ചു പാർക്കുന്ന ഒരു ജനമെന്നാണ്. തനിച്ചു പാർക്കുന്ന ജനം, അതായത് അവർ മറ്റുള്ള ജാതീയ ആചാരങ്ങളുമായി ബന്ധപ്പെടുന്നവരല്ല. ജാതീയ ആചാരങ്ങളെ അതിനോട് കൂട്ടിക്കലർത്താതെ ആത്മീയത്തിൽ അവർ മുന്നോട്ട് പോകുന്നത്, അവരുടെ കൂടെ എപ്പോഴും ദൈവിക സാന്നിധ്യമുണ്ടായിരുന്നു. അവർക്കെപ്പോഴും തുണയായിട്ട് പകൽ മേഘസ്തംഭവും രാത്രി
അഗ്നിസംഭവം ഉണ്ടായിരുന്നതായിട്ട് പുറപ്പാട് പുസ്തകം 13:22 എഴുതിയിരിക്കുന്നു. പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവും ജനത്തിൻ്റെ മുമ്പിൽ നിന്ന് മാറിയതുമില്ല. അപ്പോൾ ശത്രുക്കളിൽ നിന്നുള്ള സംരക്ഷണത്തിനായിട്ട് പകൽ മേഘസ്തംഭവും അഗ്നിസ്തംഭവും ജനത്തിൻ്റെ മധ്യേ സ്ഥിരമായി നിന്നതുപോലെ ഈ ദിവസങ്ങളിൽ ദൈവവചനം കേൾക്കുന്ന ദൈവവൈതലേ, നമ്മുടെ ഭവനത്തിന് ചുറ്റും കർത്താവിൻ്റെ സൈന്യം ഒരു കാവലായി ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. ഈ ദിവസങ്ങളിൽ ചെങ്കടലിൽ മിസ്രൈമ്യരിൽ നിന്ന് രക്ഷിക്കുവാൻ മേഘസ്തംഭം അവിടെ പിൻഭാഗത്ത് നിന്ന് എന്ന് നമ്മൾ വായിച്ചു കേൾക്കുന്നു. പിൻഭാഗത്ത് മിസ്രയേൽ സൈന്യം വന്നപ്പോഴത്തേക്ക് അവിടേക്ക് മാറി നിന്നതായിട്ടും ഇങ്ങനെ കർത്താവിൻ്റെ ഒരു പരിപൂർണ സംരക്ഷണം പഴയ നിയമസഭയ്ക്ക് കർത്താവ് കൊടുത്തുവെന്ന് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. ഈ കൂട്ടമാണ് പഴയ മരുഭൂമിയിലെ പഴയ സഭ എന്ന് അറിയപ്പെട്ടിരുന്നത്. പഴയ നിയമസഭയ്ക്ക് വേണ്ടി കർത്താവ് ഉൽപ്പത്തി പുസ്തകം മുതൽ മലാഖി പുസ്തകം വരെയും എഴുതിയിരുന്നത് ആ 39 പുസ്തകം ആ പഴയ നിയമസഭയ്ക്ക് വേണ്ടിയായിരുന്നല്ലോ. എന്നാൽ പഴയ നിയമസഭ പുതിയ നിയമസഭയുടെ ഒരു നിഴല് മാത്രമായിരുന്നുവെന്ന് വചനം വായിക്കുന്നവർ മനസ്സിലാകട്ടെ. കാൽവറിയിൽ നടക്കപ്പെട്ട ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവർക്ക് മാത്രമേ പുതിയ നിയമസഭയിൽ അംഗത്വമുള്ളൂ. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം 47-ാം വാക്യം കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നല്ലോ. രക്ഷിക്കപ്പെട്ട് കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കുന്നവരാണ് സഭയുടെ അംഗമെന്ന് പറയുന്നത്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടാത്തവർ ഒരിക്കലും ദൈവസഭയുടെ അംഗമല്ല. മത്തായിയുടെ സുവിശേഷം 16:18 നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് വ്യക്തമായിട്ട് പറയുന്നു. കർത്താവിൻ്റെ സഭയെ പാതാളത്തിൽ നിന്ന് വരുന്ന അന്തിക്രിസ്തുവിനെ കുറിച്ച് വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിലൊക്കെ വായിക്കുന്നുണ്ടല്ലോ. പാതാളത്തിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന അന്തിക്രിസ്തുവിനെ, ആ അന്തിക്രിസ്തുവിൻ്റെ പോരാട്ടം യഥാർത്ഥ സഭയുടെ മേൽ അടുക്കുവാൻ ദൈവം സമ്മതിക്കുകയില്ല. സഭയുടെ ഉടമസ്ഥൻ ക്രിസ്തുവാണ്. സഭയ്ക്കെതിരെയുള്ള പാതാള ഗോപുരങ്ങളിൽ നിന്ന് വരുന്ന പൈശാചിക പോരാട്ടങ്ങളെ ജയിക്കുവാൻ കർത്താവ് സഭയ്ക്ക് ശക്തിയും അധികാരവും കൊടുത്തിട്ടുണ്ടല്ലോ. ഒരു പോരാട്ടം ദൈവസഭയുടെ നേരെ കടന്നു വരുമ്പോൾ ആ പോരാട്ടങ്ങളെ ദൈവസഭ പോരാടി പ്രാർത്ഥിച്ച് അതിനെ ജയിക്കുവാനുള്ള കൃപയാണ് കർത്താവ് കൊടുത്തിരിക്കുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലും കൃപയാലും വിശ്വാസത്താലും പാപത്തിൽ നിന്ന് പിന്തിരിഞ്ഞ ജനം ഈ ദിവസങ്ങളിൽ വിശുദ്ധിയോടെ നിന്നുകൊണ്ട് അവരോരോ ദിവസവും ലോകത്തിൻ്റെ സാത്താനെതിരെ പോരാടി സത്യസഭ ജയിക്കുമെന്ന് കർത്താവ് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു സഭയിൽ നിൽക്കണമെങ്കിൽ എപ്പോഴും വചനത്തിൻ്റെ അടിസ്ഥാനത്തിന്മേൽ മാത്രമേ സത്യസഭയിൽ നിൽക്കാൻ കഴിയുള്ളൂ. സഭയെന്ന് പറയുന്നത് കർത്താവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാണല്ലോ. കർത്താവ് നമ്മെ വിടുവിക്കുന്നവനും നമ്മുടെ ഭാരം ചുമക്കുന്നവനുമാണ് നമ്മുടെ കർത്താവായ യേശു. സങ്കീർത്തനം 68:19 നാൾ തോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ്, ഓരോ ദിവസവും നമ്മുടെ ആവശ്യങ്ങളിൽ നമ്മളോട് കൂടെ ഇരിക്കുന്ന കർത്താവ്, നമ്മുടെ രക്ഷയുടെ ദൈവം, നമ്മളെ കർത്താവായ യേശു നമ്മളെ മരണത്തിൽ നിന്ന്, അന്ധകാരത്തിൻ്റെ പിശാചിൻ്റെ കയ്യിൽ നിന്ന് പൂർണ്ണമായി രക്ഷിക്കുവാൻ ശക്തനാണെന്ന് നമ്മൾ വിശ്വസിക്കുക. എന്ന് നമ്മൾ ക്രിസ്തുവിൽ വിശ്വസിച്ച് ദൈവസഭയുടെ അംഗത്വം എടുത്തോ അന്നു മുതൽ മത്തായിയുടെ സുവിശേഷം 28:20 ലോകാവസാനത്തോളം ഞാൻ തൻ്റെ ജനത്തോട് കൂടെയിരിക്കും. ലോകാവസാനത്തോളം ഞാൻ എൻ്റെ ജനത്തോട് കൂടെയിരിക്കും. പാതാള ഗോപുരങ്ങൾ അതിന്മേൽ ജയമെടുക്കുകയില്ല. ദൈവസഭയിലേക്ക് ചേർക്കുന്നത് പരിശുദ്ധാത്മാവാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ദൈവസഭയുടെ മക്കളെ പരിപൂർണമായി സംരക്ഷിക്കുവാൻ യേശു കർത്താവ് ശക്തനാണ്. ഈ ഭൂമിയിൽ നമ്മൾ എവിടെ പോയാലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒറ്റയ്ക്കല്ല. നമ്മൾ പോകുമ്പോഴെല്ലാം കർത്താവ് നമ്മളോട് കൂടെയുണ്ടെന്ന് വാക്ക് പറഞ്ഞ കർത്താവ്, അവനിൽ വിശ്വസിക്കുവാൻ, അവൻ്റെ കൽപ്പന അനുസരിക്കുവാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചത് തന്നെ ഒരു അനുഗ്രഹമാണ്. മത്തായിയുടെ സുവിശേഷം 10:9 ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടുമെന്നാണ്. അവൻ അകത്തു വരികയും പുറത്തു പോവുകയും മേച്ചിൽ കണ്ടെത്തുമെന്ന് ചെയ്യുമെന്ന് കർത്താവ് പറയുന്നു. അപ്പോൾ സ്നാനപ്പെട്ട ദൈവജനം
ദൈവസഭയിൽ കർത്താവിൻ്റെ സഭയിലെ മക്കൾ, അവർക്ക് വേണ്ടി കർത്താവ് പറയുന്നു, അവർക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനുമാണ് കർത്താവ് വന്നത്. ഈ ദിവസങ്ങൾ അവരെ പച്ചയായ മേച്ചിൽപ്പുറത്തേക്ക് നടത്തുന്ന കർത്താവ്. സാമ്പത്തികം നമ്മുടെ അവകാശമാണ്, സമ്പത്ത് സമൃദ്ധി ദൈവമക്കളുടെ അവകാശമാണ്. മുള്ളും പറക്കാരിയുമെന്ന ആ ശാപം മാറിയെങ്കിൽ ദൈവമക്കൾ നന്മ അനുഭവിക്കണമെന്ന് ദൈവനാമത്തിൽ അറിയിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ യോഹന്നാൻ 14:14 കർത്താവ് വ്യക്തമായിട്ട് പറയുന്നു, നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരുമെന്നാണ്. ഈ ദിവസങ്ങളിൽ നമ്മുടെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ ആ ദൈവസഭയുടെ അംഗമായി കഴിയുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ എന്ത് ചോദിച്ചാലും അവിടുന്ന് തരാമെന്ന് കർത്താവിൻ്റെ വാഗ്ദത്തമാണ്. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും ആധിപത്യമുള്ള കർത്താവ് ഇന്ന് നമുക്ക് വേണ്ടി പിതാവിൻ്റെ വലത്തുഭാഗത്തിരിക്കുകയും നമ്മൾ യേശുവിൻ്റെ നാമത്തിൽ എന്ത് ചോദിച്ചാലും അതിന് മറുപടി തരും. നമ്മൾ ക്രിസ്തുവിൻ്റെ പ്രതിനിധിയായി ക്രിസ്തുവിൻ്റെ അംബാസഡർമാരാണ്. അതുകൊണ്ട് അധികാരത്തോടെ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ നേരെ നിൽക്കുന്ന പൈശാചിക പോരുകൾ, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. അന്ധകാരത്തിൻ്റെ ശക്തികളെ ഞങ്ങളെ വിട്ടുപോകുമെന്ന് പറയുവാൻ കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അധികാരത്തോടെ നമ്മൾ പ്രാർത്ഥിക്കണം. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കണം. ഒരു നന്മയ്ക്ക് വേണ്ടി നമ്മൾ അധ്വാനിക്കുന്നവരായിരിക്കണം. രാപകൽ ദൈവസന്നിധിയിൽ ഉപവാസത്തോടും പ്രാർത്ഥനയോടും യാചിക്കുന്നവരായിരിക്കണം. മത്തായിയുടെ സുവിശേഷം 11:28 അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ. അപ്പോൾ ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ കടന്നു വരുന്ന മക്കൾ അവരെപ്പോഴും അധ്വാനിക്കുന്നവരായിരിക്കണമെന്ന് കർത്താവ് ഓർമ്മപ്പെടുത്തുന്നു. നമ്മുടെ ജീവിതത്തിലെ മുള്ളും പറക്കാരിയുമെന്ന ആ ശാപം ഒരിക്കൽ യേശു നീക്കിയെങ്കിൽ ഈ ദിവസങ്ങളിൽ രാപകൽ ദൈവസന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കണം. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾക്ക് നന്മകൾ ഉണ്ടാകട്ടെ. കർത്താവ് എപ്പോഴും ഇങ്ങനെയാണ് പറയുന്നത്. 2 കൊരിന്ത്യർ 2:14 ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെക്കൊണ്ട് തൻ്റെ പരിജ്ഞാനത്തിൻ്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രമെന്നാണ്. നമ്മൾ കർത്താവിൻ്റെ നാമത്തിൽ എവിടെല്ലാം പോയോ അവിടെയെല്ലാം വിജയം തരുന്ന യേശുവിന് നന്ദി പറയുകയാണ്. ദൈവമക്കളുടെ ജീവിതത്തിൽ പരാജയമല്ല, ദൈവമക്കളുടെ ജീവിതത്തിൽ വിജയം തന്നെ ഉണ്ടാകും. ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി വഴി നടത്തുന്ന കർത്താവിനെയാണ് നന്ദി പറയേണ്ടത്. ദൈവമക്കൾ പരാജയപ്പെടുവാനല്ല, നമ്മുടെ കർത്താവ് ജയിച്ചവനാണ്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും എവിടെയും ജയാളിയായിത്തീരും. പിശാചിൻ്റെ പ്രവൃത്തികളെ നമ്മിൽ കൂടി കടന്നു വരുമ്പോൾ, അല്ലെ നമ്മുടെ നന്മയ്ക്ക് നേരെ കടന്നു വരുമ്പോൾ നമ്മൾ അതിന്മേൽ പ്രാർത്ഥിച്ച് ജയമെടുക്കണമെന്ന് കർത്താവ് നമ്മളെ ഓർമ്മപ്പെടുത്തിയാകുന്നു. എപ്പോഴും നമ്മളെ ജയാളിയായി കാണുവാനാണ് യേശു കർത്താവിൻ്റെ ആഗ്രഹം. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ മടുത്തു പോവാതെ എപ്പോഴും പ്രാർത്ഥിക്കുന്ന സ്വഭാവം നമ്മുടെ ഉള്ളിലുണ്ടാകട്ടെ. യോഹന്നാൻ 16:33 ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അപ്പോൾ ഈ ദിവസങ്ങളിൽ നമ്മളുടെ ജീവിതത്തിൽ എപ്പോഴും ജയാളിയായിട്ട് വേണം നമ്മൾ മറ്റുള്ളവർക്ക് നമ്മുടെ യേശുവിനെ കാണിച്ചു കൊടുക്കുവാൻ. നമ്മൾ എവിടെയും പരാജയപ്പെട്ടിട്ടല്ല നമ്മളുടെ യേശുവിനെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുവാൻ. പുതിയ തലമുറയ്ക്ക് നമ്മളെന്നും ഒരു സാക്ഷ്യം, ഒരു ധൈര്യം പകർന്നു കൊടുക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ എന്നും ഒരു സാക്ഷ്യമുണ്ടാകട്ടെ. ഈ ലോകത്തിൽ ഞങ്ങൾക്ക് ഒത്തിരി കഷ്ടതയുണ്ടായിരുന്നു, എന്നാലും അതിനെ ജയിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തന്നു. ഞങ്ങളെ ആയുസ്സിന് മധ്യേ തകർത്ത് കളയുവാൻ ലോകത്തിൻ്റെ പിശാച് ശ്രമിച്ചുവെങ്കിലും ഞങ്ങൾ പോരാടി ജയിക്കുവാൻ കർത്താവ് ഞങ്ങൾക്ക് കൃപ തന്നല്ലോ. ഞങ്ങളുടെ കർത്താവ് ഇന്ന് വരെ നടത്തിയ നമ്മൾ നല്ല വാർദ്ധക്യത്തിൽ കർത്താവെ ഇയ്യോബൊക്കെ മരിച്ചതുപോലെ കർത്താവ് പറഞ്ഞു, വൃക്ഷത്തിൻ്റെ ആയുസ് പോലെ ആയിരിക്കും നമ്മുടെ ആയുസ്. ദീർഘായുസ്സോടെ ഇരുന്ന് നല്ല വാർദ്ധക്യത്തിൽ മരിക്കുമ്പോൾ നമ്മുടെ തലമുറകളും അതാണ് നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടത്. നന്മ അനുഭവിച്ചിട്ട് നമ്മുടെ തലമുറകൾക്ക് നമ്മൾ സാക്ഷ്യം കാണിച്ചു കൊടുക്കണം. ആയുസ്സിന് മധ്യേ തകർത്ത് കളയുന്ന യേശു അല്ല നമ്മുടെ കർത്താവ്. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ യേശുവിൻ്റെ കൈവശമാണ്. ഈ ദിവസങ്ങളിൽ മരിച്ചവരും മൗനതയിൽ ഇറങ്ങിയവരാരും ദൈവത്തെ സ്തുതിക്കുന്നില്ല. നമ്മൾ ജീവിക്കുന്നിടത്തോളം കാലം ക്രിസ്തുവിൻ്റെ സാക്ഷിയായി വിശ്വാസത്തോടെ നിൽക്കുവാൻ കർത്താവ് നമുക്ക് കൃപ തരട്ടെ. നമ്മളെ എന്താഗ്രഹിക്കുന്നതോ ആഗ്രഹത്തിന് സാധിച്ചെടുക്കുവാൻ ഈ ദിവസങ്ങളിൽ മടുപ്പ് കൂടാതെ നമ്മൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് ദൈവമക്കൾക്ക് വിജയം നിശ്ചയമായിട്ടുണ്ടാകും. അത് വേണം, ആ സാക്ഷ്യം വേണം നമ്മൾ തലമുറകൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. പ്രിയരെ, 1 യോഹന്നാൻ 5:4 ദൈവത്തിൽ നിന്ന് ജനിച്ച ഏവനും
ലോകത്തെ കീഴടക്കുന്നുവെന്നാണ്. അപ്പോൾ പരിശുദ്ധാത്മാവുള്ള ഒരു ദൈവ പൈതലിനെ ജയിക്കുവാൻ ലോകത്തിൻ്റെ ശക്തിക്ക് ഒരു നാൾ കഴിയില്ല. നമ്മൾ ലോകത്തിൻ്റെ പിശാചിനെ കീഴടക്കണം. സ്നാനപ്പെട്ട് കർത്തൃമേശയിൽ പങ്കുചേരുന്ന വിശ്വാസിയെ ലോകത്തിന് ജയിക്കുവാൻ കഴിയില്ല. ലോകത്തിൻ്റെ പിശാചിന്, പാതാള ഗോപുരങ്ങൾക്ക് ദൈവമക്കളെ കീഴ്പ്പെടുത്തുവാൻ കഴിയില്ല. എപ്പോഴും ദൈവമക്കളെന്ന് പറയുന്നത് ഒരു ആത്മീയ കാഴ്ചപ്പാടുള്ളവരായി തീരട്ടെ. ലോകത്തെ ഞങ്ങൾ കീഴ്പ്പെടുത്തും. ഞങ്ങൾ ഈ ദിവസങ്ങളിൽ നിരന്തരം ഞങ്ങൾ പ്രാർത്ഥിക്കും. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ വിളിക്കുന്ന ദൈവം ലോകത്തെ ജയിച്ചവനാണ്. അതുകൊണ്ട് നമ്മുടെ വിശ്വാസത്തിൻ്റെ കണ്ണുകളെ തുറന്ന് ഈ ലോകത്തിലേക്ക് നോക്കുവാൻ, അസാധ്യമെന്ന് പറയുവാൻ എൻ്റെ യേശുവിനൊന്നുമില്ല. ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ നിശ്ചയമായും ഈ ദിവസങ്ങളിൽ മറുപടി ഉണ്ടാകും. ലോകത്തിൻ്റെ പിശാച് പരാജയപ്പെടും. ലോകത്തെ ജയിച്ച ക്രിസ്തു ഞങ്ങളുടെ കൂടെയുള്ളതുകൊണ്ട് ഞങ്ങൾ നിശ്ചയമായും ജയിക്കും. അതിനുവേണ്ടി നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കണം. ഈ ദിവസങ്ങളിൽ ലോകത്തിൻ്റെ പിശാചിനെ നമ്മൾ എതിർക്കണം. ലോകത്തിൻ്റെ പിശാചെ വിട്ടുപോ, എൻ്റെ ഭവനത്തിൽ നിന്ന്, എൻ്റെ കുടുംബത്തിൽ നിന്ന്, എൻ്റെ സഭയിൽ നിന്ന് വിട്ടുപോ എന്ന് അധികാരത്തോടെ പറയണം. യോഹന്നാൻ 12:24 കോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയെ ഇരിക്കും, ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകുമെന്നാണ്. ഈ ദിവസങ്ങളിൽ ഒരു ഗോതമ്പ് മണിയെപ്പോലെ നമ്മുടെ ജീവിതത്തിൽ പലവിധ പോരാട്ടങ്ങൾ, കഷ്ടതകളൊക്കെ കടന്നു വരും. ഈ കഷ്ടതകളിൽ നമ്മൾ ജയിക്കുവാനായിട്ട് നിരന്തരം പ്രാർത്ഥിക്കണം. നമ്മൾ ഫലം കായ്ക്കുവാനായിട്ടുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകണം. ഞാൻ ക്രിസ്തുവിനെ അറിഞ്ഞെങ്കിൽ എനിക്ക് ലോകത്തിൻ്റെ സാക്ഷികളായി തീരണം. എൻ്റെ യേശു എന്നെ ഈ കഷ്ടത്തിൽ നിന്ന് വിടുവിച്ചെന്ന് അനേകർക്ക് പറഞ്ഞു കൊടുക്കുവാനായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ നന്മ അനുഭവിക്കുന്നത്. പ്രിയരെ, നമ്മൾ ഈ ഭൂമിയിൽ പരദേശികളാണ്. കൂടി വന്നാൽ 100 വയസ്സ് 90 വയസ്സ് എന്നാലും നമ്മൾ പോയതേ ഉള്ളൂ. എന്നാൽ ലോകത്തിൽ കഷ്ടതയുടെ നടുവിലും മടുത്തു പോവാതെ ഒരു അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ അനുഗ്രഹത്തിന് തടസ്സമായി നിൽക്കുന്ന ഏത് സാത്താന്യ ശക്തിയാണെങ്കിലും, ഏത് ദുഷ്ടശക്തിയാണെങ്കിലും, ഏത് മനുഷ്യൻ്റെ ദുഷ്ട കണ്ണുകളാണെങ്കിലും, ഏത് മനുഷ്യൻ്റെ അസൂയപൂണ്ട സ്വഭാവമാണെങ്കിലും അതിനെ തറ പറ്റിക്കേണ്ടത് നമ്മുടെ നന്മയാണ്. നമ്മളിന്ന് ശാപത്തിലും പാപത്തിലും വിഷമത്തിലും കിടക്കാനല്ല, നന്മ അനുഭവിക്കുവാൻ ആത്മീയ യുദ്ധം തന്നെ നമ്മൾ ചെയ്യണം. പ്രിയരെ, ചില സമയങ്ങളിൽ രാത്രിയാമങ്ങളിലൊക്കെ പോലും എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കണം. കാരണം യഹോവയുടെ അനുഗ്രഹത്താലാണ് സമ്പത്തുണ്ടാകുന്നത്. സദൃശ്യവാക്യം 6:9 കർത്താവ് പറയുന്നു, മടിയാ നീ എത്ര നേരം കിടന്നുറങ്ങും, എപ്പോൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കും. അപ്പോൾ വിശ്വാസമുള്ളവർ ഉറങ്ങുവാനല്ല, നമ്മുടെ ജീവിതത്തിൽ ആത്മീയ കാഴ്ചപ്പാടുകൾ ഉണ്ടാകട്ടെ. ഈ ദിവസങ്ങളിൽ എൻ്റെ അവസ്ഥകൾ മാറുവാൻ, എൻ്റെ ഈ അവസ്ഥകൾ മാറുവാൻ, സീറോയിൽ നിന്ന് ഹീറോ ആക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. കാനാവിലെ കല്യാണത്തിന് പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയ ദൈവത്തിന് എൻ്റെ അവസ്ഥകളെ മാറ്റുവാൻ കഴിയുമെന്നുള്ള ഒരു ആത്മീയ കാഴ്ചപ്പാട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഞാൻ ഒറ്റയ്ക്കാണ്, ഏകനാണെന്നുള്ള ചിന്തകൾ മാറി ഒരു ആത്മീയ കാഴ്ചപ്പാടുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഞാൻ വിളിക്കുന്ന ദൈവത്തിന് അസാധ്യമെന്ന് പറയുവാൻ ഒന്നുമില്ല. അതുകൊണ്ട് നമ്മൾ രാത്രിയുടെ യാമങ്ങളിലൊക്കെയും എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കണമെന്ന് ഈ സമയം കർത്താവ് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഏത് സമയം ദാനിയേലിനെ പോലെ 3 നേരം പ്രാർത്ഥിക്കുവാനുള്ള അഭിഷേകം നമുക്ക് തരട്ടെ. എപ്പോഴും മടുത്തു പോവാതെ പ്രാർത്ഥിക്കണം. ഉറങ്ങി കിടക്കുന്ന അവസ്ഥകൾ മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഉറക്കത്തിൻ്റെ അവസ്ഥകൾ മാറട്ടെ. എപ്പോഴും ഉറങ്ങണമെന്നുള്ള ചിന്തകൾ ശരീരത്തിൽ നിന്ന് വിട്ടുമാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ കോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ ഫലമുണ്ടാകുകയില്ല. ലോകത്തിൽ നമുക്ക് കട്ടമുണ്ട്, എന്നാൽ ആ കട്ടത്തിൽ നടുവിൽ മടുത്തു പോവാതെ നിരന്തരം നമ്മൾ പ്രാർത്ഥിക്കുക. ഒരു ലക്ഷ്യബോധത്തോട് പ്രാർത്ഥിക്കുക. കർത്താവ് നിശ്ചയമായിട്ടും നമുക്ക് തരുമല്ലോ. യെശയ്യാവ് 55:13 കർത്താവ് ഇങ്ങനെ പറയുന്നു, എൻ്റെ ജനം പരിജ്ഞാനമില്ല, അറിവില്ലായ്മയാൽ പ്രവാസത്തിലേക്ക് പോകുന്നു. പരിജ്ഞാനമില്ലാത്തതുകൊണ്ട് അടിമത്തത്തിൽ കിടക്കുന്ന ഈ ദിവസങ്ങളിൽ സാത്താൻ്റെ ശക്തികളെ തൊഴിച്ചു കളയുവാൻ മടുപ്പ് കൂടാതെ, ലോകത്തിൽ കഷ്ടതയും പ്രയാസമൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ശക്തമായി പ്രാർത്ഥിക്കണം. വചനം വായിക്കുക. പരാജയപ്പെടുത്തുമെന്ന് വാദിക്കുന്ന ദുഷ്ടപിശാച് നമ്മുടെ തലമുറയിൽ നിന്ന്, നമ്മുടെ ഭവനത്തിൽ നിന്ന്, ഭാര്യ ഭർത്താവ് കുടുംബജീവിതത്തിൽ നിന്നെല്ലാം മാറട്ടെ. നമ്മുടെ ബലഹീനതകൾ പലപ്പോഴും പിശാചിനറിയാം. എപ്പോഴും നമുക്ക് ഉറങ്ങണം, അല്ലെ നമ്മുടെ ബലഹീനതകൾ എന്താണ് അതറിഞ്ഞ് നമ്മുടെ നന്മയ്ക്ക് തടസ്സമായി നിൽക്കുന്ന പിശാചിൻ്റെ തന്ത്രങ്ങളെ അറിവുള്ളവരായിരിക്കട്ടെ ദൈവമക്കൾ എന്ന് പറയുന്നത്. എബ്രായർ 11:1 എന്ത് പറയുന്നു? വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. വിശ്വാസത്തോടുകൂടി നമ്മൾ പ്രാർത്ഥിക്കണം. കാണാൻ കഴിയാത്ത കാര്യങ്ങൾ ആത്മാവിൽ വിശ്വസിക്കുന്നതാണ് വിശ്വാസമെന്ന് പറയുന്നത്.
കാണാൻ കഴിയാത്തത് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അത് ലഭിക്കും. നമ്മുടെ സാഹചര്യങ്ങൾ വളരെ ഞെരുക്കമുള്ളതായിരിക്കാം, എന്നാൽ ദൈവീയ വാഗ്ദത്തം അതിനപ്പുറമാണ്. നമ്മൾക്ക് വാക്ക് പറഞ്ഞവൻ വാക്ക് മാറാത്തവൻ എനിക്ക് വേണ്ടി വലിയവ ചെയ്യുമെന്നുള്ള ഒരു പ്രത്യാശ നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുമല്ലോ. റോമർ 15:10 ഞാൻ ജാതിയുടെ ഇടയിൽ നിന്നെ വാഴ്ത്തി നിൻ്റെ നാമത്തിന് സ്തുതി പാടും. അതേ പ്രിയരെ, നന്മ അനുഭവിച്ചുകൊണ്ട് എപ്പോഴും ദൈവത്തിന് നന്ദി പറയുക. എപ്പോഴും നന്മ ലഭിച്ചിട്ട് വേണം കർത്താവിനെ രുചിച്ചറിഞ്ഞ് ഒരു ഹല്ലേലൂയ പറയുമ്പോൾ അതിന് ശക്തിയുണ്ട്, അനുഗ്രഹമുണ്ട്. കഷ്ടതയിൽ കിടക്കുന്നവരല്ല, കഷ്ടതകളിൽ പ്രാർത്ഥിക്കണം. കഷ്ടതകളെ ജയിച്ച് നന്മ അനുഭവിച്ച് യേശുവിന് നന്ദി പറയുവാൻ നമുക്ക് ദൈവം വിശ്വാസം തരട്ടെ. ഈ വചനം കേൾക്കുന്ന എല്ലാ ഭവനങ്ങളിലും ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുവാൻ സമ്മതിക്കരുത് കർത്താവേ. അനുഗ്രഹിക്കണം, എല്ലാവരും അനുഗ്രഹിച്ചാട്ടെ. പ്രാർത്ഥന കിട്ടിക്കാലേ സ്തോത്രം. നന്ദി അപ്പ. വിടുതലുണ്ടാകട്ടെ. അനുഗ്രഹിച്ചാട്ടെ. നിശ്ചയമായിട്ടും കർത്താവ് അനുഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്.